ഒരു സിനിമയ്ക്ക് ഒരു നാടിനെ രണ്ടാക്കാൻ പറ്റുമോ? ആളുകളുടെ ഉള്ളിൽ വെറുപ്പ് കുത്തി നിറച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പോലും ലോകത്തിനു മുന്നിൽ ചോദ്യചിഹ്നമാക്കാൻ കഴിയുമോ? കുറച്ചു കാലം മുൻപ് കേരളം ഒന്നടങ്കം ചർച്ച ചെയ്ത സിനിമയായിരുന്നു ദി കേരള സ്റ്റോറി. ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ വിവാദമായിരിക്കുന്നു. ഇത്തവണ ഞങ്ങൾ സഹിക്കില്ല, പോരാടും എന്നൊരു ടാഗ്ലൈനുമായാണ് വരവ്. ഒരു വശത്ത് വെറുപ്പും വിഘടനവാദവും, മറുവശത്ത് ലോകം മുഴുവൻ അറിയേണ്ട പക്ഷേ ആരും മനസ്സിലാക്കാത്ത ചില പച്ചയായ ജീവിതങ്ങൾ. സിനിമ പറയുന്ന കേരളമാണോ അതോ നമ്മൾ ജീവിക്കുന്ന കേരളമാണോ സത്യം? എന്താണ് യഥാർത്ഥ കേരള സ്റ്റോറി? ദി കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന പേരിൽ വരാനിരിക്കുന്ന സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ വിവാദവും കത്തിപ്പടർന്നു. ആദ്യ സിനിമയുടെ കഥ കേരളത്തിൽ ഒതുങ്ങി നിന്നെങ്കിൽ രണ്ടാം ഭാഗം രാജസ്ഥാൻ, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലേക്കും കഥ പോകുന്നുണ്ട്. 3 പെൺകുട്ടികളുടെ ജീവിതത്തിലൂടെയാണ് ട്രെയിലർ കടന്നു പോകുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്നതും, പോക്സോ കേസിൽ കുടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതും, കല്യാണം കഴിഞ്ഞ് മതപരമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതും എല്ലാം ട്രെയിലറിൽ കാണാം. പക്ഷേ സംഭവം അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാകുമെന്നും ഇവിടെ ശരീഅത്ത് നിയമം വരുമെന്നുമുള്ള ഒരുതരം മുന്നറിയിപ്പ് കൂടി സിനിമ നൽകുന്നുണ്ട്. സിനിമയുടെ നിർമ്മാതാവ് വിപുൽ ഷാ പറയുന്നത്, മാസങ്ങളോളം ഗവേഷണം നടത്തിയും ഇരകളോട് സംസാരിച്ചും കോടതി രേഖകൾ നോക്കിയുമാണ് ഈ സിനിമ എടുത്തതെന്നാണ്. എന്നാൽ ഇതിനെതിരെ വലിയ വിമർശനങ്ങളുമുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാനുള്ള ഒരു പ്ലാനായാണ് പലരും ഇതിനെ കാണുന്നത്. നമ്മുടെ പെൺമക്കളെ ലക്ഷ്യം വെച്ചു, ഇത്തവണ നമ്മൾ സഹിക്കില്ല, പോരാടും എന്നൊക്കെയുള്ള ടാഗ്ലൈനുകൾ കേൾക്കുമ്പോൾ ഇതൊരു ബോധവൽക്കരണ സിനിമയാണോ അതോ ഒരു വിഭാഗത്തെ ശത്രുവാക്കി മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയം തോന്നാം. അതായത് പ്രൊപ്പഗണ്ട സിനിമകൾ. ഒരു പ്രൊപ്പഗണ്ട സിനിമയുടെ പ്രധാന ലക്ഷ്യം ഒരു പ്രത്യേക രാഷ്ട്രീയ ആശയം ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിന് അവർ കുറേ തന്ത്രങ്ങൾ മെനയും. സത്യത്തേക്കാൾ കൂടുതൽ ആളുകളുടെ ഇമോഷൻസിനെ പിടിച്ചുലയ്ക്കുന്ന കഥകളായിരിക്കും അവർ പറയുക. എവിടെയോ നടന്ന ഒരു ചെറിയ സംഭവമെടുത്ത് അത് ആ നാടിൻ്റെ മുഴുവൻ കഥയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. നമ്മൾ, നിങ്ങൾ എന്നൊരു വേർതിരിവ് ഉണ്ടാക്കും. ഒരു കൂട്ടരെ നല്ലവരായും മറ്റേ കൂട്ടരെ വില്ലന്മാരായും ചിത്രീകരിക്കും. ദി കേരള സ്റ്റോറിയുടെ ആദ്യ ഭാഗം ഇതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. കേരളത്തിൽ നിന്ന് 32,000 പെൺകുട്ടികൾ മതം മാറി സിറിയയിലേക്ക് പോയി എന്നതായിരുന്നു സിനിമയുടെ ആദ്യത്തെ ടീസറിലെ അവകാശവാദം. ആ കണക്ക് വലിയ വിവാദമായപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് തന്നെ അത് തിരുത്തേണ്ടി വന്നു. അവസാനം അത് വെറും 3 പേരുടെ കഥയാണെന്ന് അവർക്ക് സമ്മതിക്കേണ്ടിയും വന്നു. ചിലർ ഈ സിനിമയെ ഒരു ബോധവൽക്കരണമായി കണ്ടപ്പോൾ ഭൂരിഭാഗം പേരും അതിനെ കേരളത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒന്നായാണ് കണ്ടത്. സിനിമയുടെ സംവിധായകൻ സുദീപ് ദോസന്നിന് മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം വരെ കിട്ടി. എന്നാൽ സിനിമ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കോടതിയിലെത്തി. ഇതൊരു യഥാർത്ഥ കഥയല്ല, സാങ്കല്പിക സൃഷ്ടി മാത്രമാണെന്ന് സിനിമ തുടങ്ങുന്നതിന് മുൻപ് എഴുതി കാണിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ആദ്യം വലിയൊരു കണക്ക് പറഞ്ഞ് ആളുകളിൽ പേടിയും ഞെട്ടലും ഉണ്ടാക്കുക, പിന്നെ പതുക്കെ അത് പിൻവലിക്കുക. ഇത് പ്രൊപ്പഗണ്ടയുടെ സ്ഥിരം അടവുകളിലൊന്നാണ്. ഇത്തരം സിനിമകൾ കേരളത്തിന് പുറത്തുള്ളവരുടെ മനസ്സിൽ നമ്മുടെ നാടിനെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ കാരണമാകും. കേരളമെന്നാൽ മതം മാറ്റത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഹബ്ബാണെന്ന ഒരു വ്യാജ ചിത്രം ഇത്തരം നുണപ്രചാരണങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. സിനിമയ്ക്ക് തീർച്ചയായും പല തലങ്ങളിലെ ആശയങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതൊരു നാടിനെ മൊത്തത്തിൽ കരിവാരി തേക്കുന്ന ഒന്നാകരുത്. കേരളത്തിലെ രാഷ്ട്രീയക്കാരും സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം ഒറ്റക്കെട്ടായി ആ സിനിമയിലെ പെരുപ്പിച്ച കണക്കുകളെ എതിർത്തിരുന്നു. ഇത്തരം സിനിമകൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും തിരഞ്ഞെടുപ്പ് സമയത്ത് ആളുകളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടാനാണ് ശ്രമമെന്നും വലിയ തോതിൽ വിമർശനമുയർന്നു. കലയും ആവിഷ്കാര സ്വാതന്ത്ര്യവുമെല്ലാം നല്ലതാണ്, പക്ഷേ അതിൻ്റെ പേരിൽ സമൂഹത്തിൽ വെറുപ്പ് വിതയ്ക്കുന്നത് വളരെ അപകടകരമാണ്. സിനിമകൾ വെറുപ്പിൻ്റെയും വിഭജനത്തിൻ്റെയും കഥകൾ പറയുമ്പോൾ നമ്മുടെ കൺമുന്നിൽ നടന്ന എന്നാൽ പലരും ആഘോഷിക്കാതെ പോയ ചില യഥാർത്ഥ ജീവിതങ്ങളുണ്ട്. അതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി. സ്വന്തം കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്ന മാതാപിതാക്കൾ, പ്രളയം ഉൾപ്പെടെയുള്ള കെടുതികൾ വന്നപ്പോൾ ജാതിയും മതവും നോക്കാതെ ഒന്നിച്ചു നിന്ന മലയാളിയുടെ കഥയാണ് യഥാർത്ഥ കേരള സ്റ്റോറി.
ഇങ്ങനെ അക്കമിട്ട് നിരത്തി കേരളം നല്ലതാണെന്ന് വാദിക്കേണ്ട ആവശ്യം പോലുമില്ല. കാരണം മതേതരത്വം കൈവിടാതെ സൗഹാർദ്ദത്തിൽ എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന കേരളത്തിൽ ഒന്നോ രണ്ടോ കഥ എടുത്തു പറയേണ്ടതില്ല. ഒരു സിനിമയ്ക്ക് കേരളത്തെ വിഭജിക്കാൻ കഴിയുമോ? ചിലപ്പോൾ കഴിഞ്ഞേക്കാം. പക്ഷേ അത് താൽക്കാലികം മാത്രമായിരിക്കും. നുണപ്രചരണങ്ങൾക്കും പ്രൊപ്പഗണ്ടകൾക്കും കുറച്ചു കാലത്തേക്ക് ആളുകളുടെ മനസ്സിൽ സംശയങ്ങൾ നിറയ്ക്കാൻ സാധിച്ചേക്കാം. എന്നാൽ വർഷങ്ങളായി ഒരുമിച്ച് ജീവിച്ച ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെയും സ്നേഹത്തെയും പൂർണ്ണമായി ഇല്ലാതാക്കാൻ അതിനൊരിക്കലും കഴിയില്ല. നമ്മൾ എന്ത് കഥയാണ് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നത് പ്രധാനമാണ്. വെറുപ്പിൻ്റെ കഥയോ അതോ മനുഷ്യത്വത്തിൻ്റെയോ?